ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ എല്ലാവരും ജോലിക്കും സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് ബോറടിച്ചിരുന്നുകൊണ്ടിരുന്നപ്പോഴാണ് ചിഞ്ചുവച്ച് വിളിച്ചിട്ട് പറഞ്ഞേ നമുക്ക് 3 പേർക്കും കൂടിയിട്ടൊന്ന് ബീച്ച് വരെ പോയിട്ട് വന്നാലോ എന്ന്. അപ്പം തന്നെ ഞങ്ങൾ രണ്ടുപേരും ഓക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം പണിയൊക്കെ തീർത്ത് വേഗം റെഡിയായി ചേച്ചീനും വിളിച്ച് നേരെ ബീച്ച് ഡാമിൽ പോവുകയാണ്. പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് തിരിച്ച് വീട്ടിലെത്തണം കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ച് ഡാമിൽ എത്തിയിട്ടുണ്ട്. നല്ല ഉച്ച സമയത്താണ് കേട്ടോ നമ്മളവിടെ എത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി കേട്ടോ. ഞങ്ങൾ 3 പേരും മാത്രമായിട്ട് പുറത്ത് പോകുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഈ വട്ടം അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ആഴമുള്ള വെള്ളത്തിൽ കുറേ നേരം നോക്കി നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ തല ഇറങ്ങും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് വേഗം നടന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഐസ്ക്രീം മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി അമ്മയും കൂടി കടയിലേക്ക് കയറി. സ്കൂളുകളിൽ നിന്ന് കുറേ പിള്ളേരെ ട്രിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡാമിലേക്ക്. ദേ ആ കാണുന്നതുണ്ടല്ലോ, അതാണ് കേട്ടോ നക്ഷത്ര ബംഗ്ലാവ്. അതിൻ്റെ മേളിലേക്ക് കയറാനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല ഈ വട്ടം. നല്ല വെയിലായതുകൊണ്ട് തന്നെ കയറാനും പോയില്ല കേട്ടോ. കുറേ ഐസ്ക്രീമുകളൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ഞാൻ കേട്ടിട്ടുള്ള ഒറ്റ പേരുകളും അതിലില്ല. എല്ലാം പുതിയ പുതിയ ഫ്ലേവറുകളാണ് കേട്ടോ. എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പേരും ഓരോന്ന് വാങ്ങി. ഐസ്ക്രീമും കയ്യിൽ പിടിച്ച് നടന്ന് കാഴ്ച കണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചൂട് കാരണം അത് മുഴുവൻ മെൽറ്റായി പോവായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അത് മുഴുവൻ അവിടെ ഇരുന്ന് കഴിച്ച് തീർത്തിട്ടാണ് പിന്നെ ഞങ്ങൾ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയത്. ഈ നട്ടപ്പാറ വെയിലത്ത് ഡാം കാണാനുള്ള വട്ട് ഞങ്ങൾക്കല്ലാതെ വേറൊരാൾക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ താഴെ എത്തിയപ്പോൾ ഒരു മനുഷ്യക്കുട്ടീനെ പോലും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. ഡാമിൻ്റെ താഴെ എത്താൻ ഇനിയും കുറേ നടക്കണം. അപ്പോൾ ഇനി ബാക്കി വിശേഷമൊക്കെ ഞാൻ അടുത്ത വീഡിയോ കൂടെ കാണിക്കാം കേട്ടോ. ബായ്.